കൊയ്ത്ത് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരിക്കാൻ കഴിയാത്തതിനാൽ പ്രതിസന്ധിയിലാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ. കൊയ്തുകൂട്ടിയ നെല്ല് സംഭരിക്കാൻ മില്ലുടമകളും ഏജന്റുമാരും ഒത്തുകളിക്കുന്നുവെന്നാണ് കർഷകരുടെ ആരോപണം. നെല്ലിലെ ഈർപ്പത്തിന്റെ പേര് പറഞ്ഞ് മില്ലുകാർ അധിക കിഴിവ് ആവശ്യപ്പെടുന്നതോടെയാണ് നെല്ല് സംഭരണം വൈകുന്നത്. 100 കിലോ നെല്ല് കുത്തിയാൽ 68 കിലോ അരി ലഭിക്കണമെന്നാണ് മില്ലുകാരുടെ കണക്ക്. ഈർപ്പവും പതിരും നെല്ലിന്റെ അളവിൽ വലിയ കുറവ് വരുത്തും. ഇത് നഷ്ടത്തിനിടയാക്കുന്നുവെന്നാണ് മില്ലുകാരുടെ വാദം. എന്നാൽ കൊയ്ത്തുകാലത്ത് മഴ വ്യാപകമാകുമ്പോഴാണ് ഈർപ്പമുള്ള നെല്ലിന് കിഴിവ് നൽകാറ്. നിലവിൽ വേനലിൽ ഈർപ്പത്തിന്റെ അംശം പോലുമില്ലാത്ത നെല്ലിനാണ് കിൻഡലിന് 8 കിലോ വരെ കിഴിവ് ആവശ്യപ്പെടുന്നതെന്ന് കർഷകർ പറയുന്നു. കൊയ്തിട്ട് കഴിഞ്ഞപ്പോൾ മില്ലുകാർ വന്നേച്ചാൽ 5 കിലോ കിഴിവ് തരണമെന്നാലേ എടുക്കത്തുള്ളൂ എന്നും പറഞ്ഞ് അവരിട്ടേച്ച് പോയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ 5 കിലോ കിഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് കർഷകർക്ക് അത് യോജിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. നെല്ലുകുത്തി അരിയാകുന്നതിന് മോഡേൺ മില്ലുകളില്ലാത്ത ആലപ്പുഴയിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 55ഓളം മില്ലുകളെയാണ് നെല്ല് സംഭരണത്തിനായി സപ്ലൈകോ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മില്ലുടമകളും ഏജന്റുമാരും ഒത്തുകളിച്ച് നെല്ല് സംഭരണം വൈകിപ്പിക്കുകയാണ്. വേനൽ മഴയ്ക്ക് മുൻപ് കർഷകർ എങ്ങനെയും നെല്ല് വിൽക്കാൻ തയ്യാറാകും എന്നതിനാലാണ് ഈ വിലപേശൽ തന്ത്രം പാറ്റുന്നത്. കടുത്ത വേനലിലും പ്രതീക്ഷയുടെ പുഞ്ചക്കൊയ്ത്ത് പുരോഗമിക്കുന്ന കുട്ടനാട്ടിൽ നെൽകർഷകർക്കു നേരെ ചൂഷണത്തിന്റെ വാളോങ്ങുകയാണ് സ്വകാര്യ മില്ലുകൾ. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ്, റിപ്പോർട്ടർ ആലപ്പുഴ.